നോവിൻ്റെ നോമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുരിശിൻ്റെ വഴിയിലെ 5-ാമത്തെ സ്ഥലം ആണ് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. 3 കഥാപാത്രങ്ങളെ നമ്മൾ വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്നാമതായിട്ട് കെവറിൻകാരനായ ശിമയോൻ. ഇദ്ദേഹം ഒരു യഹൂദനായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹം താമസിച്ചിരുന്നത് വടക്കൻ ആഫ്രിക്കയിലെ കെവറിൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തായിരുന്നു. യഹൂദർ താമസിക്കേണ്ടത് പാലസ്തീനായിലല്ലേ, പിന്നെ എന്തിനാണ് വടക്കേ ആഫ്രിക്കയിൽ പോയി കെവറിനിൽ ജീവിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കാം. ബൈബിളിൽ നമ്മൾ അസ്രിയക്കാരും ബാബിലോണിയക്കാരും ജെറൂസലേം ആക്രമിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ആ സമയത്ത് ഒത്തിരി യഹൂദർ വിപ്രവാസത്തിൽ പോവുകയും പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോവുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഇതിനെ ജൂവിഷ് ഡയസ്പോറ എന്നാണ് പറയുക, യഹൂദരുടെ വിപ്രവാസം. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ ഇവർ താമസിച്ചിരുന്ന ഒരു കോളനിയായിരുന്നു കവറിൻ. ഈ കവറിൻ ഗ്രീക്കുകാരുടെയും അതുപോലെ തന്നെ റോമാക്കാരുടെയും, യേശുവിൻ്റെ സമയത്ത് റോമാക്കാരുടെയും ഒരു കോളനിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഗ്രീക്ക് സംസ്കാരവും റോമൻ സംസ്കാരവും ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ഈ മനുഷ്യൻ ജെറൂസലേമിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ, ആ സമയത്ത് അവിടെ പെസഹ തിരുനാളിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പോയ യഹൂദരെല്ലാം ആ സമയത്ത് ജെറൂസലേം ദേവാലയത്തിൽ പെസഹ തിരുനാൾ ആഘോഷിക്കുവാൻ വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ എത്തിയതാകാം ജെറൂസലേമിൽ കെവറിൻകാരനായ ശിമയോൻ. രണ്ടാമതായിട്ട് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് പടയാളികളാണ്. യേശുവിൻ്റെ സമയത്ത് പോലും യഹൂദരെല്ലാവരും റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ കഴിയുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ യഹൂദരുടെ ഇടയിൽ റോമൻ സൈനികർക്ക് വളരെ ആദരവും അതുപോലെ തന്നെ നല്ലൊരു സ്ഥാനവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സൈനികരാണ് രണ്ടാമത്തെ കഥാപാത്രം. മൂന്നാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു വലിയ ജനക്കൂട്ടമാണ്. ആ ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും യഹൂദരായിരുന്നു. ജെറൂസലേമിൽ തന്നെ ജീവിക്കുന്നവരോ പുറത്തുനിന്ന് വന്നവരോ ആയിട്ടുള്ള യഹൂദർ. അവർ പരിശുദ്ധിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നു. ഇവിടെ 5-ാമത്തെ സ്ഥലത്ത് യേശു വളരെയധികം ക്ഷീണിച്ചു കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോകുവാനായിട്ട് യാതൊരു ശക്തിയുമില്ല. ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുവാനായിട്ട് യാതൊരു ഗതിയുമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിൽ അവിടെ 3 പേരുണ്ട്, 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് സൈനികരാണ്, വളരെ വലിയൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ. അവർക്ക് വേണമെങ്കിൽ യേശുവിനെ സഹായിക്കാമായിരുന്നു, പക്ഷെ അവർ യേശുവിനെ സഹായിച്ചില്ല. കാരണം അവർ കരുതിയത് യേശു ഒരു കുറ്റവാളിയാണ് കുരിശ് ചുമന്ന് മുന്നോട്ട് പോകേണ്ടത്. അവരാ കുരിശ് ചുമന്നാൽ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ ഏൽക്കുന്ന വലിയൊരു ക്ഷതമായിരിക്കും, വളരെ അപമാനകരമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് സൈനികർ ആ കുരിശ് ചുമക്കുവാനായിട്ട് തയ്യാറാകാതിരുന്നത്. രണ്ടാമതായിട്ട് അവിടെ ഉണ്ടായിരുന്ന യഹൂദരാണ്. അവരെ സംബന്ധിച്ച് ആരാധനപരമായിട്ടുള്ള പരിശുദ്ധിക്ക് വളരെയേറെ വില കൽപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കുരിശ് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് തൊടുവാനായിട്ട് അവർ തയ്യാറായില്ല, കാരണം അവർക്ക് അശുദ്ധരാകുവാനായിട്ട് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിനെ സഹായിക്കാനായിട്ട് അവർ തയ്യാറായില്ല. മൂന്നാമത്തെ വ്യക്തിയാണ് കെവറിൻകാരനായ ശിമയോൻ. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു യഹൂദനാണ്, ജന്മന ഒരു യഹൂദനാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടവനാണ്. രണ്ടാമതായിട്ട് അവൻ വളർന്നു വന്ന, അവൻ ജീവിക്കുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഗ്രീക്കുകാരുടെയും റോമൻകാരുടെയും ഒരു സംസ്കാരമാണ്. അപ്പോൾ സമൂഹത്തിലെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അവനും ഉണ്ടായിരുന്നു. എന്നിട്ടും യേശുവിനെ സഹായിക്കുവാനായിട്ട് ഈ ശിമയോൻ തൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ആവലാതിയും അതുപോലെ തന്നെ സമൂഹത്തിൽ അവനുള്ള നിലയെപ്പറ്റിയുള്ള ആവലാതിയും ഒക്കെ മാറ്റി വയ്ക്കുകയാണ്. ശിമയോൻ യേശുവിനെ സഹായിക്കുവാനായിട്ട് തയ്യാറാകുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊരു വ്യക്തിയെ സഹായിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ 2 കാര്യങ്ങൾ മാറ്റി വയ്ക്കണം എന്ന് ഈ സ്ഥലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായിട്ട് നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസാണ് സമൂഹത്തിലെ നമ്മുടെ നിലയും വിലയും. രണ്ടാമതായിട്ട് നമ്മുടെ സ്പിരിച്വൽ സ്റ്റാറ്റസാണ് നമ്മൾ
പരിശുദ്ധിയെക്കുറിച്ച് കൂടുതൽ വേവലാതിപ്പെട്ടുകൊണ്ട് ഇരുന്നാലും നമുക്ക് ആരെയും സഹായിക്കുവാനായിട്ട് സാധിക്കില്ല. സഹായം ആവശ്യമുള്ളവൻ എപ്പോഴും സോഷ്യൽ സ്റ്റാറ്റസിൽ താഴെയായിരിക്കും, അതുപോലെ തന്നെ പരിശുദ്ധിയുടെ കാര്യത്തിലും താഴെയായിരിക്കും. അവനെ ഒരു ഉയർന്ന സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ്, അവനെ പരിശുദ്ധിയിലേക്ക് കൈ പിടിച്ച് നടത്തുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനാണ് നമ്മുടെ സഹായം അവന് വേണ്ടതും. അപ്പോൾ ഇത് രണ്ടും മാറ്റിവെച്ചാൽ മാത്രമേ നമുക്ക് ഒരു വ്യക്തിയെ സഹായിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അയാൾ വിധവയായ ഒരു സ്ത്രീയുടെ മകന് ഹോസ്പിറ്റലിൽ രക്തം നൽകുവാനായിട്ട് പോയതാണ്. ഹോസ്പിറ്റലിൽ വെച്ച് കുറച്ച് പേരൊക്കെ അയാളെ കണ്ടു. നാട്ടിൽ വന്ന് ബസ്സിറങ്ങുമ്പോഴേക്കും നാട്ടിൽ വാർത്ത കാട്ടുതീ പോലെ പടർന്നിരുന്നു. അയാൾ നാട്ടുവഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ അടക്കിപ്പിടിച്ചുള്ള ചില കളിയാക്കലുകളും ചില കുറ്റം പറച്ചിലുകളും കേൾക്കുന്നുണ്ടായിരുന്നു. വീടെത്തിയപ്പോൾ വീട്ടിൽ ഭാര്യയും കുട്ടികളുമില്ലായിരുന്നു. അകത്ത് ഒരു കത്ത് എഴുതി വച്ചിരുന്നു: ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുട്ടികളെയും കൂട്ടി പോകുന്നു, ഇനി ഞങ്ങളെ അന്വേഷിക്കണ്ട. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ഒരു വിലങ്ങതടിയായിട്ട് നിൽക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ സമൂഹത്തിലെ നിലയും വിലയും പരിശുദ്ധിയെ പറ്റിയുള്ള നമ്മുടെ വേവലാതി. എൻ്റെ ദൈവമേ, എത്രയോ തവണ എനിക്കും മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് അവസരങ്ങളുണ്ടായിരിക്കുന്നു. എന്നിട്ടും എൻ്റെ സമൂഹത്തിലെ നിലയും വിലയും ഓർത്ത്, എൻ്റെ പരിശുദ്ധിയുടെ ഭാരത്തെ ഓർത്ത് അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു പോയല്ലോ. എൻ്റെ ഈശോയെ, ഞാൻ മനസ്സിലാക്കുന്നു, നിന്നെ സഹായിക്കുവാനായിട്ട് കിട്ടിയ അവസരങ്ങളായിരുന്നു അതെല്ലാം. ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ സഹായിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ. ഈശോയെ, നിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആമേൻ.